ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു രീതിയേക്കാളും ഒരു വെറൈറ്റി രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരൊറ്റ ചമ്മന്തി മതി, ഒരു പറ ചോറുണ്ണാം. ആദ്യം ഞാനൊരു ടിപ്പ് പറയാം. ഉണക്കച്ചെമ്മീൻ ഇങ്ങനെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് എത്ര കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇടയ്ക്കൊന്ന് വെയിൽ കൊള്ളിക്കണം. ഉണക്കച്ചെമ്മീൻ ചമ്മന്തി പൊടിക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒരു ചട്ടിയിലിട്ടിട്ട് അത് വറുത്തിട്ട് അതിൻ്റെ മുള്ള് വാലുമലത്തെയും തലയിലത്തൊക്കെ മുള്ള് കളയാറാണ് പതിവ്. പക്ഷെ ഞാനിവിടെ അതല്ല ചെയ്യുന്നത്. ഈ ഉണക്കച്ചെമ്മീൻ എടുത്തിട്ട് അതിൻ്റെ തലയിലെയും അതുപോലെ വാലിലത്തെയും ആ മുള്ള് നമ്മൾ കൈകൊണ്ട് തന്നെ നുള്ളിങ്ങനെ എടുത്ത് കളയാണ്. ഇങ്ങനെ ഓരോന്നും എടുത്തിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ തലയും വാലുമലത്തെയും മുള്ള് ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കണം. ഇത് കാണുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ചട്ടിയിൽ വറുത്തെടുക്കുന്നേക്കാൾ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാനിവിടെ ചമ്മന്തിക്ക് ആവശ്യമായ എല്ലാ ചെമ്മീനും നുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം. ഈ ഉണക്ക ചെമ്മീൻ വെള്ളത്തിലിട്ട് ഒരു 2 തവണ നല്ലപോലെ കഴുകി അത് വെള്ളം വാറ്റിയെടുക്കണം. ചെമ്മീനിലെ വെള്ളമൊക്കെ ഇപ്പോൾ വാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചെമ്മീൻ ഉണ്ടല്ലോ, അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് അരപ്പിനുള്ള കാര്യങ്ങൾ നോക്കാം. അരപ്പിനായിട്ട് ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, 20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കപ്പ് തേങ്ങ ചിരവിയതും എടുത്തിട്ടുണ്ട്. ഈ ചുവന്നുള്ളിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ സവാളയും ചേർത്ത് കൊടുക്കാം. പക്ഷേ ചുവന്നുള്ളി വെച്ച് ചെയ്യുമ്പോഴാണ് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഫ്രൈയിങ് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. നമുക്ക് വേണമെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ ചെമ്മീൻ എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് മുരിയട്ടെ. ഫ്ലെയിം ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെമ്മീൻ വറുത്തെടുക്കാൻ. അതുപോലെ ഇടയ്ക്ക് ഈ ചെമ്മീനൊന്ന് വഴറ്റി കൊടുക്കാൻ വേണം. ഇപ്പം ചെമ്മീൻ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് കേട്ടോ നമ്മൾ ചെമ്മീൻ വറുത്തെടുക്കേണ്ടത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി ആ പാത്രത്തിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉള്ളി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി ചേർത്തെടുക്കാം. ഈ സമയത്തൊക്കെ ഒന്നുകിൽ ഫ്ലെയിം മീഡിയത്തിലായിരിക്കണം, അല്ലെങ്കിൽ ലോയിൽ ഇട്ടാലും മതി കേട്ടോ. തേങ്ങയൊന്ന് മൊരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിടാം കേട്ടോ. ഇനി അതിലോട്ട് കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ആ ചെമ്മീന് കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് ചൂടാറാൻ വയ്ക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് എങ്കിലും എടുക്കും ഇതൊന്ന് ചൂടാറി വരാൻ. ഒരു മിക്സിയുടെ ജാറെടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച ചമ്മന്തിയുടെ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി അരച്ചെടുക്കണം. വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും ചേർക്കാണ്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. എന്നാലും ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ അതിൽ കാണുന്നുണ്ട്. നമ്മൾ വെള്ളം ശരിക്കും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായി അരഞ്ഞു കിട്ടും. പിന്നെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു രീതിയിലല്ല ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്